Students, shall we move to the activity number 4, which is given at page number 69. It is a two-part activity. It contains two parts. രണ്ട് ഭാഗങ്ങൾ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റിയിൽ കാണാൻ സാധിക്കും. So before we move into the activity, we need to understand consonants and vowels in English. Consonant എന്താണ്, vowel എന്താണ്, അത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. Do you know what is consonants? എന്താണ് consonant എന്ന് നിങ്ങൾക്ക് അറിയാമോ? Yes, നമുക്ക് നോക്കാം അല്ലേ? ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 letters ഉണ്ട്. There are 26 letters in English alphabet. And out of them only 5 are vowels. And all the others are consonants. 5 vowels മാത്രമേ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഉള്ളൂ. എന്നാൽ 21 കോൺസണൻസ് ഇംഗ്ലീഷ് ആൽഫബറ്റിലുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ വവൽസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. എ, ഇ, ഐ, ഒ, യു. എ, ഇ, ഐ, ഒ, യു. These are the vowels in English alphabet. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ആണ് ഈ 5 എണ്ണം. സപ്പോസ് I gave you F. F എന്ന വാക്ക് ഞാൻ നിങ്ങൾക്ക് തന്നാൽ F വവലാണോ കോൺസണന്റ് ആണോ? എ, ഇ, ഐ, ഒ, യു. ഇത് മാത്രമാണ് വവൽസ്. എഫ് ഒരു വവലല്ല. എഫ് ഒരു വവലല്ല. സപ്പോസ് ഇഫ് ഐ ഗിവ് യു വി, എ, ഇ, ഐ, ഒ, യു. ഓ, വി ഇതിൽ പെടുന്നില്ല. വി ഇസ് നോട്ട് എ വവൽ. വി ഇസ് എ കോൺസണന്റ്. രണ്ടെണ്ണേ ഉള്ളൂ, കോൺസണന്റ്, വവൽ. ഒന്നുകിൽ കോൺസണന്റ് ആയിരിക്കും or it will be a vowel. Either a consonant or a vowel. Suppose if I give you Y, A, E, I, O, U. Oh, Y. Y ഇതിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. So Y is a consonant. അങ്ങനെ നമുക്ക് you can understand what is a consonant and you can understand what are vowels. I think that part is clear for you. നിങ്ങൾക്കൊരു ലെറ്റർ തന്നിരിക്കുന്നു, അത് എ, ഇ, ഐ, ഒ, യുയിലാണോ പെടുന്നത് നോക്കുക. പെടുന്നത് അല്ലാത്തതാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി കോൺസണന്റ് ആണ്. സെഡ്, സെഡ് എ, ഇ, ഐ, ഒ, യു അല്ലല്ലോ. സെഡ് ഈസ് എ കോൺസണന്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത ആളാണ് ഇനീഷ്യൽ എന്ന് പറയുന്ന വാക്ക്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇനീഷ്യൽ? ഇനീഷ്യൽ മീൻസ് ആദ്യം വരുന്ന ആൾ, ബിഗിനിങ്. Beginning letter, that is called initial letter. Initial letter, beginning letter. Initial letter എന്ന് വെച്ചാൽ beginning letter. Initial beginning ആണെങ്കിൽ ഫൈനൽ എന്തായിരിക്കും? നമുക്ക് അറിയാം, ഫൈനൽ എൻഡ് ആണ്, ക്ലൈമാക്സ് ആണ്, അൾട്ടിമേറ്റ് ആണ്. ഫൈനൽ ഈസ് ക്ലൈമാക്സ്, അൾട്ടിമേറ്റ് ആൻഡ് ദി എൻഡ്. ഫൈനലിന് ശേഷം there is nothing. ഫൈനലിന് ശേഷം ഒന്നുമില്ല. ക്ലിയർ? ഓക്കെ. ഫൈനൽ. സോ ഫൈനൽ അല്ല നമുക്ക് വേണ്ടത്. വി ആർ ലുക്കിംഗ് അറ്റ് ഇനീഷ്യൽ. ഇനീഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം വരുന്നത്. ദാറ്റ് കംസ് ഫസ്റ്റ്. ഇനി ലുക്ക് അറ്റ് ദീസ് ലൈൻസ്. ദീസ് ആർ ദ ഫസ്റ്റ് 2 lines ഓഫ് ദ പോം ഫ്രം എ റെയിൽവേ കാരേജ്. Faster than fairies, faster than witches, hedges and bridges and houses, hedges and ditches. Again, faster than fairies, faster than witches, bridges and houses, hedges and ditches. Students, here you can see 6 words in the first line. ആദ്യത്തെ ലൈനിൽ നിങ്ങൾക്ക് 6 വാക്കുകൾ കാണാൻ സാധിക്കും. അതിലെ ഏതെങ്കിലും 2 വാക്കുകൾക്ക് for any 2 of these words, ഈ 6 വാക്കിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഒരേ തരത്തിലുള്ള ഇനീഷ്യൽ കോൺസണന്റ് വരുന്നുണ്ടോ? ബിഫോർ ദാറ്റ് ട്രൈ ടു റിമെമ്പർ അഗെയിൻ ദീസ് പോയിന്റ്സ്. ഇനീഷ്യൽ ആദ്യം വരുന്നത് അതുണ്ടോ നോക്കുക. ആൻഡ് തിങ്ക് അബൌട്ട് കോൺസണൻസ്. എ, ഇ, ഐ, ഒ, യു ഇല്ലാത്തതാണ് കോൺസണൻസ്. യെസ്. ഫാസ്റ്റർ, ഫെയറി. എഫ് ഫാസ്റ്ററിലുണ്ട്, എഫ് ഫെയറിയിലും ഉണ്ട്. എഫ് is there in faster, F is there in fairies also. And where are they occurring? At the end.
അവർ അവസാനമാണോ കാണുന്നത്? No, they are seen at the beginning. So they are initial. They are initial letters. അവർ initial letters ആണ്. They are initial letters. They are occurring at the start. They are occurring at the start. So in faster you can see F. In fairies you can see F. So F are seen. F and F, they are similar. They are the same letter. അത് രണ്ടും ഒരേ ലെറ്റർ ആണ്. അത് സിമിലർ ആണ്, സെയിം ആണ്. സ്റ്റുഡൻസ്, എഫും എഫും ഇവിടെ നിങ്ങൾക്ക് കാണാം. They are the starting consonants, the initial consonant letters of a line. ഒരേ ലൈനിലെ രണ്ട് വേർഡ്സിന്റെ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് ആണ്. So that you have alliteration. I am introducing a new word to you, alliteration. What is alliteration? In a poem or in a given line of a poem, ഒരു പോയത്തിന്റെ ഒരു given line, if you can find two words whose initial consonant letters are same, രണ്ട് വേർഡ്സ് തന്നിരിക്കുന്നു ഒരു ലൈനിലെ, and the initial consonant letters of these words are same, ഒരേ സാധനമാണ് നിങ്ങൾക്ക് ഇവിടെ രണ്ട് സ്ഥലത്തും കാണാൻ പറ്റുന്നത് എങ്കിൽ that is an example for alliteration. Students, in the second line, if we move to the second line, what can you see there? Do any of the two words have the same initial consonant? Yes. Hedge, house. House, hedge. H, H. Hedge, starting letter H. House, starting letter H. H, H. Same letters. So that is also an example for alliteration. So students, the idea of alliteration is clear to you, I believe. You may find out more examples from this poem and every poem which you are going to study from now on. ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന എല്ലാ പോയത്തിൽ നിന്നും alliterationന്റെ എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. Students, I will try to explain alliteration once again. Initial consonants repeat ചെയ്യുന്നു. ഒരു പോയത്തിന്റെ ഒരു given ലൈനിലെ രണ്ട് വേർഡ്സിൽ initial consonants repeat ചെയ്യുന്നുവെങ്കിൽ that is an example for alliteration. If two words of a given line of a poem are repeated, words അല്ല അതിന്റെ initial letters repeat ചെയ്യുന്നുവെങ്കിൽ that is alliteration. I hope that is clear to you, and we will move on to the second part of the same question in the second video.